വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്? അറിവ് പകർന്നു നൽകാനും വിശാലമായ ചിന്താഗതിയും വളർത്താനും ഭരണഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാനുമാണ് നാം വിദ്യാലയങ്ങളിലേക്ക് പോകുന്നത്. എന്നാൽ നിയമം പഠിപ്പിക്കുന്ന ഒരു സർവകലാശാലയിൽ വസ്ത്രത്തിൻ്റെ പേരിൽ വിദ്യാർത്ഥിനികൾ അധിക്ഷേപിക്കപ്പെട്ടാൽ എങ്ങനെയുണ്ടാകും? തമിഴ്നാട് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ നടത്തിയ വിവാദ പരാമർശവും അതിനെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ ഐതിഹാസികമായ പ്രതിഷേധവുമാണ് ഇന്ന് നമുക്ക് നോക്കേണ്ടത്. പെൺകുട്ടികൾ ഷോർട്സ് ധരിക്കുന്നത് ലൈംഗികാതിക്രമങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നു എന്ന വിസിയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്നത്. സംഭവം നടക്കുന്നത് ഒരു ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് മീറ്റിംഗിനിടയിലാണ്. വൈസ് ചാൻസലർ പ്രൊഫസർ വി നാഗരാജ് വിദ്യാർത്ഥിനികളോട് പറഞ്ഞു, ക്യാമ്പസിൽ ഷോർട്സ് ധരിക്കുന്നത് അധ്യാപകരുടെ ശ്രദ്ധ പോലും തിരിക്കുമെന്ന്, ഇത് ലൈംഗികാതിക്രമങ്ങൾക്ക് കാരണമാകുമെന്ന്. വിരോധാഭാസം എന്ന് പറയട്ടെ, ഇതേ വ്യക്തി 2016 ബാംഗ്ലൂർ നാഷണൽ സ്കൂളിൽ അധ്യാപകനായിരുന്നപ്പോഴും സമാനമായ പരാമർശം നടത്തിയിരുന്നു. അന്നൊരു വിദ്യാർത്ഥിനിയെ പരസ്യമായി അധിക്ഷേപിച്ച ഇദ്ദേഹം നിനക്ക് വേണമെങ്കിൽ വസ്ത്രമില്ലാതെയും ക്ലാസ്സിൽ വരാം എന്നുവരെ പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും തൻ്റെ നിലപാടിൽ മാറ്റമില്ലെന്നും അന്നത്തെ പ്രസ്താവനയിൽ താൻ അഭിമാനിക്കുന്നു എന്നുമാണ് അദ്ദേഹം ഇപ്പോഴും ആവർത്തിക്കുന്നത്. നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ അനീതിക്കെതിരെ വെറുതെ ഇരുന്നില്ല. വിസിയുടെ സ്ത്രീവിരുദ്ധ നിലപാടിനെതിരെ അവർ ഒരു സവിശേഷമായ പ്രതിഷേധം തിരഞ്ഞെടുത്തു. ലിംഗഭേദമന്യേ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഷോർട്സ് ധരിച്ചുകൊണ്ട് ക്യാമ്പസിലെത്തി. തങ്ങളുടെ ശരീരവും വസ്ത്രവും തങ്ങളുടെ അവകാശമാണെന്നും സദാചാര പോലീസിംഗ് ക്യാമ്പസിനകത്ത് അനുവദിക്കില്ലെന്നും അവർ ഉറക്കെ പ്രഖ്യാപിച്ചു. വിസി പരസ്യമായി മാപ്പ് പറയണമെന്നും ക്യാമ്പസിൽ ഒരു സ്റ്റുഡൻറ് ബോഡി അസോസിയേഷൻ രൂപീകരിക്കണമെന്നുമാണ് അവരുടെ പ്രധാന ആവശ്യങ്ങൾ. ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്: വസ്ത്രമാണോ അതോ കാണുന്നവൻ്റെ മനോഭാവമാണോ മാറേണ്ടത്? വിക്ടിം ബ്ലെയിമിംഗ് അഥവാ ഇരയെ കുറ്റപ്പെടുത്തുന്ന രീതി ഒരു സർവകലാശാലയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളിൽ നിന്ന് ഉണ്ടാകുന്നത് എത്രത്തോളം അപകടകരമാണ്. സ്ത്രീകൾ എന്ത് ധരിക്കണം എന്നത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് അക്രമികളെ ന്യായീകരിക്കുന്നതിന് തുല്യമാണ്. നിയമം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ ഇത്തരം പിന്തിരിപ്പൻ ചിന്താഗതികൾ വരുന്നത് വരാനിരിക്കുന്ന തലമുറയുടെ നീതിബോധത്തെ പോലും ബാധിച്ചേക്കാം. വിദ്യാർത്ഥികളുടെ ഈ പോരാട്ടം കേവലം ഒരു വസ്ത്രത്തിന് വേണ്ടിയല്ല, മറിച്ച് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ്. തമിഴ്നാട് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ ഈ പ്രതിഷേധം ഇന്ത്യയിലെ എല്ലാ ക്യാമ്പസുകൾക്കും ഒരു പാഠമാണ്. അധികാരം ഉപയോഗിച്ച് വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നുകയറാൻ ശ്രമിച്ചാൽ അതിനെ ചെറുക്കാൻ പുതിയ തലമുറ സജ്ജമാണ്.